നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2025 ജനുവരി 16 മുതൽ 20 വരെ. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള 15 മാസത്തെ യുദ്ധത്തിന് ശേഷം എത്തിച്ചേർന്ന കരാർ എന്താണ്? വെടിനിർത്തൽ കരാർ. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഇതുവരെ 25,000-ലധികം പാലസ്തീനികളും 1,200-ലധികം ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. ഗസയിലെ 85% ജനങ്ങളും അഭയാർത്ഥികളായി. ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പ്രധാന കാരണങ്ങൾ: ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ. ഗസ പട്ടണം പാലസ്തീൻ പ്രദേശമാണ്, എന്നാൽ ഇസ്രായേൽ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയ ഭിന്നതകൾ. ഹമാസ് സംഘടന ഗസയിൽ അധികാരത്തിലാണ്, എന്നാൽ ഇസ്രായേൽ അവരെ ഭീകര സംഘടനയായി കാണുന്നു. സ്റ്റാർട്ടപ്പ് ദിനമായി ഇന്ത്യ ആഘോഷിക്കുന്നത് എന്നാണ്? 2025 ജനുവരി 16. 2016 ജനുവരി 16 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിൽ 1,00,000-ലധികം സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഏറ്റവും ഉയർന്ന ഏകദിന സ്കോർ എത്രയാണ്? 435 അയർലൻഡിനെതിരെ. മുൻ റെക്കോർഡ് 358 റൺസ് അയർലൻഡിനെതിരെ 2023. സ്മൃതി മന്ദാനയാണ് നിലവിലെ ടീം ക്യാപ്റ്റൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ICC ഏകദിന റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്താണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വനിതാ ടീം 1ാം സ്ഥാനത്താണ്. T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വനിതാ ടീം നിലവിൽ 2ാം സ്ഥാനത്താണ്. ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ എന്ന നേട്ടം സ്വന്തമാക്കിയത് സ്മൃതി മന്ദാന. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ പുരുഷ ടീമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ 418 മറികടന്നു. 70 പന്തുകളിൽ നിന്നും സെഞ്ചുറി നേടിയ മന്ദാന ഇന്ത്യൻ അതിവേഗ സെഞ്ചുറിയുടെ റെക്കോർഡ് തിരുത്തി. 2025 ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരേ സമയം സമർപ്പിച്ച 3 യുദ്ധക്കപ്പലുകൾ ഏതെല്ലാം? INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. INS നീലഗിരി നീലഗിരി ക്ലാസിഫിക്കേറ്റഡ് ആധുനിക ആയുധങ്ങളാൽ സജ്ജമാണ്. INS സൂറത്ത് വിശാഖപട്ടണം ക്ലാസ് നാശക കപ്പൽ നവീന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. INS വാഗ്ഷീർ സ്കോർപിൻ ക്ലാസ് മുങ്ങിക്കപ്പൽ മുംബൈ മസഗോൺ ഡോക്യാർഡിൽ നിർമ്മിച്ചത്. ഒരേ സമയം 3 യുദ്ധക്കപ്പലുകൾ നാവികസേനയിൽ ഉൾപ്പെടുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമാണ്. ഇസ്രോയുടെ പുതിയ ചെയർമാനായി 2025 ജനുവരി 14 ചുമതലയേറ്റത് ആര്? വി നാരായണൻ. 1984 മുതൽ ഇസ്രോയിൽ സേവനമനുഷ്ഠിക്കുന്നു. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇസ്രോ ദ്രാവക പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുടെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഇസ്രോയുടെ വിജയകരമായ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണമാണ് സ്പാർടെക്സ് ദൗത്യം. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ സാങ്കേതിക വിദ്യ ബഹിരാകാശ നിലയങ്ങളുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും അത്യാവശ്യമാണ്. ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിക്കും ഈ സാങ്കേതിക വിദ്യ സഹായകമാകും. മുൻ ഇസ്രോ ചെയർമാൻമാർ. ആദ്യ ചെയർമാൻ ഡോക്ടർ വിക്രം സാരാഭായ് 1963, 1971. അവസാന 2 ചെയർമാൻമാർ ഡോക്ടർ K ശിവൻ 2018, 2022. ഡോക്ടർ S സ്വാമനാഥ് 2022, 2025. ചരിത്രപ്രസിദ്ധമായ വെങ്ങാനൂർ പ്രസംഗത്തിനും അയ്യങ്കാളിയുടെയും മഹാത്മാഗാന്ധിയുടെയും കൂടിക്കാഴ്ചയുടെയും എത്രാം വാർഷികമായിരുന്നു 2025 ജനുവരിയിൽ ആചരിച്ചത്? 88ാം വാർഷികം. 1937 ജനുവരി 14 കൂടിക്കാഴ്ച. കുറ്റവാളികളെന്ന് സംശയിക്കുന്നവരെ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോ വാറന്റോ ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കാൻ വനം ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന ഏത് നിയമ ഭേദഗതിയിൽ നിന്നാണ് കേരളം പിന്മാറിയത്? കേരള വനം നിയമ ഭേദഗതി.
മഹാകവി കുമാരനാശാൻ്റെ എത്രാം ചരമവാർഷികമായിരുന്നു 2025 ജനുവരി 16 ആചരിച്ചത്? 101. സൈന്യത്തിന് യുദ്ധകാലത്തിലടക്കം നിർണായകമാകുന്ന ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ഡ്രോൺ ക്യാമറയുടെ സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് കേന്ദ്ര ശ്രദ്ധ നേടിയ സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? ട്രോയ്സ് ഇൻഫോടെക്. ഡ്രോണിൻ്റെ പ്രത്യേകതകൾ: 2 കിലോമീറ്റർ വരെ ദൂരത്തുള്ള ആൾപെരുമാറ്റം മനസ്സിലാക്കാനാകും. കുറ്റവാളികളുടെ മുഖം, വാഹന നമ്പർ എന്നിവ കണ്ടെത്താൻ സഹായിക്കും. രാത്രി ദൃശ്യങ്ങളും കൃത്യമായി പകർത്താൻ ആകും. രക്ഷാപ്രവർത്തനങ്ങൾക്കും കാർഷിക രംഗത്തും പ്രയോജനപ്പെടും. രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ച് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ 2025 ജനുവരിയിൽ അറസ്റ്റിലായ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആരാണ്? യൂൻ സുക് യോൾ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ വികസനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരളം ആസ്ഥാനമായുള്ള സ്പൈസസ് ബോർഡ് വിഭജിച്ച് മഞ്ഞളിന് മാത്രമായി നിലവിൽ വന്ന നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിസാമാബാദ്, തെലങ്കാന. മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മധ്യപ്രദേശ്, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മഞ്ഞൾ കൃഷിയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യം. ലോകത്തെ മഞ്ഞൾ ഉൽപ്പാദനത്തിൽ 70% ഇന്ത്യയിലാണ് നടക്കുന്നത്. മനോരഥം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? കലാമണ്ഡലം ഗോപി. 2025 ദേശീയ സീനിയർ വോളിബോൾ പുരുഷ കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ്? കേരളം. ഫൈനലിൽ സർവീസസിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ചാമ്പ്യന്മാരായത്. ATP സിംഗിൾസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് താരം ആരാണ്? ഗെയിൽ മോൺഫിൽസ്. ഓക്ലൻഡിൽ നടന്ന ASB ക്ലാസിക്കൽ കിരീടം നേടിയതോടെയാണ് ഫ്രാൻസിൻ്റെ ഗെയിൽ മോൺഫിൽസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. ചാമ്പ്യനാകുമ്പോൾ 38 വർഷവും 4 മാസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. സ്വിറ്റ്സർലാൻഡിൻ്റെ റോജർ ഫെഡററുടെ പേരിലുള്ള റെക്കോർഡാണ് ഗെയിൽ മോൺഫിൽസ് മറികടന്നത്. 2025 ജനുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഏതാണ്? നാഗ് മാർക്ക് 2. പൊക്രാൻ ഫയറിംഗ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. 2025 ജനുവരിയിൽ രാജിവെച്ച നിലമ്പൂരിൽ നിന്നുള്ള നിയമസഭാംഗം ആരാണ്? PV അൻവർ. ബാംഗ്ലൂരിൽ നിന്നുള്ള ഏത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് 3 ഉയർന്ന റെസല്യൂഷൻ വാണിജ്യ ഹൈപ്പർ സ്പെക്ട്രൽ ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചത്? പിക്സൽ. കലാമണ്ഡലത്തിൻ്റെ 2023 കക്കാട് കാർണവപ്പാട് ഫെലോഷിപ്പിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? സദനം വാസുദേവൻ, ചെണ്ടകലാകാരൻ. ഹെയിം ടെക്സ്റ്റൈൽ 2025 തുണിത്തരങ്ങൾക്കായുള്ള ഒരു അന്താരാഷ്ട്ര വ്യാപാരമേള 2025 ജനുവരി 14 മുതൽ ജനുവരി 17 വരെ ഏത് രാജ്യത്താണ് സംഘടിപ്പിക്കുന്നത്? ഫ്രാങ്ക്ഫുർട്ട്, ജർമ്മനി. ഈയടുത്ത് അന്തരിച്ച മാഞ്ചസ്റ്റർ സിറ്റി ഇതിഹാസ താരം ആരാണ്? ടോണി ബുക്ക്. കേന്ദ്ര ധനസഹായത്തോടെയുള്ള പൂജപ്പുര സൗരോർജ വൈദ്യുത പദ്ധതി ഏതാണ്? PM സൂര്യഘർ മുഫ്തി ബിജിലി യോജന. ദേശീയ കാലാവസ്ഥാ ഒളിമ്പ്യാഡ് ചാമ്പ്യനായത് ആരാണ്? ആദിത്യ. ഈ വർഷത്തെ ഡോക്ടർ KM മുൻഷിയുടെ സ്മരണാർത്ഥം ഭാരതീയ വിദ്യാഭവൻ ഏർപ്പെടുത്തിയ മുൻഷി അവാർഡ് നേടിയത് ആരാണ്? ഡോക്ടർ N രാധാകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ പുരുഷ ഭരതനാട്യം അധ്യാപകൻ ആരാണ്? ഡോക്ടർ RLV രാമകൃഷ്ണൻ. ആദ്യത്തെ മലയാളി നൃത്ത അധ്യാപകനാണ്. അന്തരിച്ച ചലച്ചിത്ര നടൻ കലാഭവൻ മണിയുടെ സഹോദരനാണ്. നിലവിലെ പദവി അസിസ്റ്റന്റ് പ്രൊഫസർ. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി. വൈസ് ചാൻസലർ B ആനന്ദകൃഷ്ണൻ. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് സ്പാഡെക്സ് വിജയകരമായി പൂർത്തിയാക്കിയ ലോകത്തിലെ 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ബഹിരാകാശത്ത് ഭൂമിയെ വലം വച്ചുകൊണ്ടിരിക്കുന്ന 2 ഉപഗ്രഹങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ദൗത്യം. സ്പാഡെക്സ് ദൗത്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 220 കിലോഗ്രാം ഭാരമുള്ള 2 ഉപഗ്രഹങ്ങൾ SDS-01, SDS-02, PSLV C60 എന്നിവയാണ് ഭൂമിക്ക്
476 കിലോമീറ്റർ മുകളിൽ വച്ച് കൂട്ടിയോജിപ്പിച്ചത്. ഭാരതീയ അന്തരീക്ഷ ഭവൻ നിർമ്മാണത്തിൽ സ്പേസ് സ്റ്റേഷന്റെ ഭാഗങ്ങൾ പലതവണ അന്തരീക്ഷത്തിലെത്തിച്ച് സ്പേസ് ഡോക്കിംഗ് നടത്തേണ്ടതുണ്ട്. ഇതിനുള്ള ആദ്യ ചുവടുവയ്പ്പാണ് സ്പേസ് ഡോക്കിംഗ് വിജയം. 2 പേടകങ്ങൾ ഏത് വേണമെങ്കിലും ചേസർ, അതായത് പിന്തുടരുന്നത്, ടാർഗറ്റ്, ലക്ഷ്യം വയ്ക്കുന്നത് ആക്കി മാറ്റാനാകുന്ന ആൻഡ്രോജനസ് ഡോക്കിംഗ് രീതിയാണ് ISRO സ്വീകരിച്ചത്. 2024 ഡിസംബർ 30 PSLV-C-60 റോക്കറ്റിലായിരുന്നു ഇവയുടെ വിക്ഷേപണം. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള PSLV-C-60 റോക്കറ്റും 2 ഉപഗ്രഹങ്ങളും നിർമ്മിച്ചത് ആനന്ദ് ടെക്നോളജീസ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ഇതിൻ്റെ നിർണായക ഘട്ടങ്ങൾ: 2024 ഡിസംബർ 30 ഡോക്കിങ്ങിനായി ഇരട്ട ഉപഗ്രഹങ്ങളുടെ നിക്ഷേപണം. 2025 ജനുവരി 6 ഉപഗ്രഹങ്ങളെ 20 കിലോമീറ്ററിൽ നിന്ന് 500 മീറ്ററിൽ എത്തിച്ചു. 2025 ജനുവരി 9 ഘട്ടം ഘട്ടമായി 3 മീറ്റർ വരെ അടുപ്പിച്ചു. 2025 ജനുവരി 11 ഡോക്കിങ്ങിനുള്ള ആദ്യ ശ്രമം സിഗ്നൽ തടസ്സത്തോടെ നിർത്തിവെച്ചു. 2025 ജനുവരി 16 ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി. ഈ നേട്ടം കൈവരിച്ച മറ്റു രാജ്യങ്ങൾ: അമേരിക്ക, റഷ്യ, ചൈന. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലക്ഷ്യം നേടിയെന്ന ഖ്യാതിയും ഇന്ത്യ സ്വന്തമാക്കി. ചെലവ് 12.5 കോടി രൂപ. 2025 ജനുവരി 16 പുലർച്ചയ്ക്കായിരുന്നു ഉപഗ്രഹങ്ങളുടെ നിർണായക കൂടിച്ചേരൽ. നിലവിലെ ISRO ചെയർമാൻ ഡോക്ടർ നാരായണൻ. എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ. പുരസ്കാരത്തുക 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും. 1993 ആരംഭിച്ച ഈ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. 2023 ജേതാവ് പ്രൊഫസർ SK വസന്തൻ, ഭാഷാ ചരിത്ര പണ്ഡിതൻ, നിരൂപകൻ. 2022 ജേതാവ് സേതു. എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും സമഗ്ര സംഭാവനകൾ നൽകിയ എഴുത്തുകാരെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ 1993 സ്ഥാപിച്ച പരമോന്നത സാഹിത്യ ബഹുമതിയാണ്. ഇത് മലയാള ഭാഷയുടെ പിതാവായി പരിഗണിക്കപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ NS മാധവന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. സുപ്രീം കോടതിയിലെ പുതിയ മലയാളി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ. സ്വദേശം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ. മുൻ പദവി പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിയമനം ജസ്റ്റിസ് CT രവികുമാർ വിരമിച്ച ഒഴിവിലേക്ക്. മിസോറാമിൻ്റെ 25ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ജനറൽ VK സിംഗ്. ജനറൽ വിജയ് കുമാർ സിംഗ് 1951 മെയ് 10 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ചു. രാജസ്ഥാനിലെ ബിർള പബ്ലിക് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു. 1970 ഇന്ത്യൻ സൈന്യത്തിൽ ഓഫീസറായി ചേർന്ന അദ്ദേഹം 2010 മുതൽ 2012 വരെ കരസേനാ മേധാവിയായി സേവനമനുഷ്ഠിച്ചു. സൈനിക സേവനത്തിന് ശേഷം 2014 രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന് ഘാസിയാബാദ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ വിദേശകാര്യ സഹമന്ത്രി അടക്കമുള്ള വിവിധ സ്ഥാനങ്ങൾ വഹിച്ച അദ്ദേഹം 2024 സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചു. മിസോറാമിലെ മുൻ ഗവർണർമാരിൽ മലയാളികളായ വക്കം പുരുഷോത്തമൻ, PS ശ്രീധരൻ പിള്ള, കുമ്മനം രാജശേഖരൻ എന്നിവരും ഉൾപ്പെടുന്നു. 2025 കരസേനാ ദിനത്തിൻ്റെ ഭാഗമായി കരസേനയുടെ പരേഡിന് വേദിയായത് എവിടെയാണ്? പൂനെ, മഹാരാഷ്ട്ര. ഇത് 3ാം തവണയാണ് ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡ് സംഘടിപ്പിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായി ജനറൽ KM കരിയപ്പ സ്ഥാനമേറ്റതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 15 കരസേനാ ദിനമായി ആചരിക്കുന്നത്. 2025 ജനുവരിയിൽ ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സോറൻ മിലനോവിച്ച്. 2025 ജനുവരി 15 സ്ഥാപിതമായതിൻ്റെ 150 വർഷം പൂർത്തിയാക്കിയ വകുപ്പ് ഏതാണ്?
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് IMD. പ്രഥമ ഖോ പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആര്? B. നിഖിൽ. 2025 ജനുവരി 15 സ്ഥാപിതമായതിൻ്റെ 150 വർഷം പൂർത്തിയാക്കിയ വകുപ്പ് ഏതാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് IMD. രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ശാസ്ത്ര വകുപ്പായ കാലാവസ്ഥാ വകുപ്പ് 1875 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമായാണ് പ്രവർത്തനം ആരംഭിച്ചത്. IMDയുടെ 150-ാം സ്ഥാപക ദിനത്തിൽ സ്മരണികാ നാണയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്തു. ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക സേനയും ചേർന്ന് 2025 ജനുവരി 16 മുതൽ ജനുവരി 19 വരെ നടത്തിയ സൈനികാഭ്യാസം ഏതാണ്? ഡെവിൾ സ്ട്രൈക്ക് വ്യായാമം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച 7-അംഗ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അനിൽ ജെയിൻ. ചെയർമാൻ ദേശീയ ഡാം അതോറിറ്റി. സമിതിയിലെ അംഗങ്ങൾ: തമിഴ്നാട് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, കേരള ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, തമിഴ്നാട് കാവേരി ടെക്നിക്കൽ സെൽ അന്തർ സംസ്ഥാന ജലവിംഗ് ചെയർമാൻ, കേരള ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ, ബംഗളൂരു ഇന്റർനാഷണൽ സെന്റർ ഫോർ എക്സലൻസ് ഓൺ ഡാംസ് നോഡൽ ഓഫീസർ, ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി മെമ്പർ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കാലാനുസൃതമായ ശമ്പള വർധനവ് ശുപാർശ ചെയ്യാനായി കേന്ദ്ര മന്ത്രിസഭ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? 8-ാം ശമ്പള കമ്മീഷൻ. 2026 ജനുവരി മുതൽ പുതിയ ശമ്പള സ്കെയിൽ നിലവിൽ വരുന്ന രീതിയിലാകും കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കുന്നത്. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ സ്പെഷ്യൽ ഓഫീസറായി 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? സുഹാസ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ MD. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാനായി കണ്ടെത്തിയിരുന്ന സ്ഥലം ഏതാണ്? യമുന നദീതീരത്തെ രാഷ്ട്രീയ സ്മൃതി മണ്ഡലത്തിലെ 1.5 ഏക്കർ സ്ഥലം. 2025 ജനുവരിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബാറ്റിംഗ് കോച്ചായി നിയമിതനായ വ്യക്തിയാര്? സീതാംശു കോട്ടക്. നിലവിൽ ഇന്ത്യൻ ടീം പരിശീലകനാണ്. 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഏതെല്ലാം? യുദ്ധക്കപ്പലുകൾ INS സൂറത്ത്, INS നീലഗിരി. അന്തർവാഹിനി INS വാക്ഷീർ. INS സൂറത്ത്. സ്റ്റെൽസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ. 164 മീറ്റർ നീളം, 7400 ടൺ ഭാരം. പ്രോജക്റ്റ് 15Bയിലെ 4ാമത്തെയും അവസാനത്തെയും കപ്പൽ. ചേതക്, സീ കിങ്, MH-60 കോപ്റ്റുകളെ ഉൾക്കൊള്ളും. ഇന്ത്യയിലെ ആദ്യത്തെ AI പ്രാപ്ത യുദ്ധക്കപ്പൽ. വേഗത 30 നോട്ടിക്കൽ മൈൽ. INS നീലഗിരി. നാവികസേനയുടെ യുദ്ധക്കപ്പൽ. ഡിസൈൻ ബ്യൂറോയുടെ രൂപകൽപ്പന. P-70A സ്റ്റെൽസ് ഫ്രിഗേറ്റ് പദ്ധതിയിൽ നിന്നുള്ള ആദ്യ കപ്പൽ. 6670 ടൺ ഭാരം. നീളം 149 മീറ്റർ. 8 ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിക്കാം. ശത്രു നീക്കങ്ങളെ നിരീക്ഷിക്കാൻ MF സ്റ്റാർ റഡാർ. NS-60R സീ ഹോക്സ് ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററുകൾ. INS വാക്ഷീർ. കൽവാരി ക്ലാസിലെ 6ാമത്തെയും അവസാനത്തെയും അന്തർവാഹിനി. ആക്രമണം, പ്രതിരോധം, രഹസ്യാന്വേഷണം തുടങ്ങി വിവിധ ദൗത്യങ്ങൾ. ആയുധങ്ങൾ: വയർ ഗൈഡഡ് ട്രോപ്പിയോഡുകളും കപ്പൽ വേധ മിസൈലുകളും. ശത്രു റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത പ്രത്യേക രൂപകൽപ്പന. ബ്രഹ്മോസ് മിസൈൽ സംവിധാനം വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ ഏത് രാജ്യത്തിനാണ് $450 മില്യൺ കരാർ അവസാനിപ്പിച്ചത്? ഇന്തോനേഷ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. ഇന്ത്യൻ നാവികസേനയ്ക്കായി L&T ഷിപ്പ്യാർഡ് നിർമ്മിച്ച 2ാമത്തെ മൾട്ടി പർപ്പസ് വെസൽ ഏതാണ്? ഉൽക്കർഷ. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് എവിടെ? കൊൽക്കത്ത. ബറ്റാലിയൻ സ്ട്രെങ്ത്
13 നിന്ന് 15 വർദ്ധിപ്പിക്കാൻ ഏത് അർദ്ധ സൈനിക വിഭാഗത്തിന് അനുമതി ലഭിച്ചു? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആര്? കെ അരവിന്ദാക്ഷൻ. ഗോമ എന്ന നോവലിനാണ് പുരസ്കാരം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് 1968 സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഒരു പ്രശസ്ത സാഹിത്യ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. 30,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കെ അരവിന്ദാക്ഷൻ നോവൽ, കഥ, ഉപന്യാസം എന്നീ വിഭാഗങ്ങളിൽ ശ്രദ്ധേയമായ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ ജീവിത ദർശനം എന്ന കൃതിക്ക് 1995 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2015 മികച്ച ഉപന്യാസത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി എൻഡോമെന്റ് ലഭിച്ചു. മുൻ ജേതാക്കൾ: 2023 PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. 2022 അംബിക സുധൻ മങ്ങാട്. കൃതി പ്രാണവായു. 2021 സാറ ജോസഫ്. കൃതി ബുദ്ധിനി. 2020 മുരളീകൃഷ്ണൻ. കൃതി കഥകളി. ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലകൃഷ്ണൻ. വർഷം 1969. കൃതി തുളസീദാസ രാമായണം. ISROയുടെ ചരിത്രത്തിലെ 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണത്തിൽ ഏതു ഉപഗ്രഹമാണ് വിക്ഷേപിക്കുക? NVS-02 നാവിക് ഉപഗ്രഹം. NVS-02 നാവിക് ഉപഗ്രഹം ഇന്ത്യയുടെ നാവിഗേഷൻ ഉപഗ്രഹ സമുച്ചയത്തിലെ 2ാമത്തെ ഉപഗ്രഹമാണ്. ഇത് ഇന്ത്യയുടെ സ്വയം നിയന്ത്രിത നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. GSLV Mark II റോക്കറ്റ് മുഖേന 2025 ജനുവരി 28 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടത്തുക. 2025-26 സാമ്പത്തിക വർഷത്തിൽ ലോക ബാങ്ക് പ്രവചിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്ര? 6.7%. നിലവിലെ സാമ്പത്തിക സ്ഥിരതയും വികസന പദ്ധതികളും ഈ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് ലോക ബാങ്ക് വിലയിരുത്തുന്നു. 2025 നടക്കുന്ന അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ്? മലേഷ്യ. മലേഷ്യ ആദ്യമായി ഒരു അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്നു. 2024 നടന്ന പ്രധാന കായിക മത്സരങ്ങളും അവയുടെ വേദികളും. 2024 പാരീസ് ഒളിമ്പിക്സ്, ഫ്രാൻസ്. 2024 യൂറോ. 2024 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, ജർമ്മനി. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ്, അമേരിക്ക. 2024 ICC T20 ലോകകപ്പ്, അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ടോപ്പ് അച്ചീവ്മെൻറ്റ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. 2024 ഇന്ത്യയിലെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ റാങ്കിംഗ്. 1ാം സ്ഥാനം കേരളം, 2ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, 3ാം സ്ഥാനം ഗുജറാത്ത്, 4ാം സ്ഥാനം രാജസ്ഥാൻ, 5ാം സ്ഥാനം ത്രിപുര, 6ാം സ്ഥാനം ഉത്തർപ്രദേശ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം വിലയിരുത്തുന്നതിനായി വിവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി അവരെ വിവിധ വിഭാഗങ്ങളായി വർഗീകരിക്കുന്നു. ടോപ്പ് അച്ചീവ് വിഭാഗം എന്നത് വ്യവസായ സൗഹൃദ നടപടികൾ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ പ്രകടനം അംഗീകരിക്കുന്നതിനാണ്. ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും 6 മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഏത്? കേരള ഹൈക്കോടതി. കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. പ്രധാന പദ്ധതികളിൽ ചിലത്. യജ്ഞം പദ്ധതി. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. കരുതൽ പദ്ധതി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങൾ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതി. സഫലം പദ്ധതി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. പ്രഥമ ഖോ-ഖോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നങ്ങൾ ഏതെല്ലാം? തേജസ് ആൻഡ് താര. ഖോ-ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 2025 ജനുവരിയിൽ
ന്യൂഡൽഹിയിൽ നടക്കുന്ന ആദ്യ ഖോ-ഖോ വേൾഡ് കപ്പിന്റെ ലോഗോയിൽ ഭാഗ്യചിഹ്നങ്ങളായ തേജസ് ആൺകുട്ടിയെയും താര പെൺകുട്ടിയെയും പ്രകാശനം ചെയ്തു. ഈ ടൂർണമെന്റിൽ 24 രാജ്യങ്ങൾ പങ്കെടുക്കും. 2025 ജനുവരിയിൽ ലബനന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നവാഫ് സലാം. ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ നിലവിലെ പ്രസിഡന്റാണ് നവാഫ് സലാം. അമേരിക്കയിലെ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് മാഗസിൻ 2024 മികച്ച ജാവലിൻ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? നീരജ് ചോപ്ര. 2025 ജനുവരിയിൽ നിലവിൽ വന്ന ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? നിസാമാബാദ്, തെലങ്കാന. മഞ്ഞൾ കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കാനാണ് ബോർഡ് രൂപീകരിച്ചത്. ദേശീയ മഞ്ഞൾ ബോർഡ് ചെയർമാൻ പല്ലെ ഗംഗാധർ റെഡ്ഡി. 2025 ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച ബ്ലൂ ഓറിജിൻ കമ്പനിയുടെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ഏതാണ്? ന്യൂ ഗ്ലെൻ. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നായിരുന്നു പരീക്ഷണ വിക്ഷേപണം. 98 മീറ്റർ ഉയരമുള്ള ന്യൂ ഗ്ലെൻ റോക്കറ്റിന് ലോ എർത്ത് ഓർബിറ്റലിലേക്ക് 45 മെട്രിക് ടൺ ഭാരം വഹിക്കാനാകും. ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് മാതൃകാ ഉപഗ്രഹത്തെ എത്തിക്കാൻ റോക്കറ്റിന് സാധിച്ചു. ഭൂമിയെ വലം വച്ച നാസയുടെ ആദ്യ ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ജോൺ ഗ്ലെന്നിനോടുള്ള ആദരസൂചകമായാണ് റോക്കറ്റിന് ന്യൂ ഗ്ലെൻ എന്ന പേര് നൽകിയത്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബ്ലൂ ഓറിജിൻ കമ്പനി. 2025 ജനുവരിയിൽ BCCI ഓംബുഡ്സ്മാനായി നിയമിച്ചത് ആരെയാണ്? ജസ്റ്റിസ് അരുൺ മിശ്ര. BCCI എഡ്സ് ഓഫീസറായും പ്രവർത്തിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു. 2025 ജനുവരി 16 ബഹിരാകാശ നടത്തം സ്പേസ് വാക്ക് വിജയകരമായി പൂർത്തിയാക്കിയ ബഹിരാകാശ സഞ്ചാരികൾ ആരെല്ലാം? സുനിത വില്യംസ്, നിക് ഹേഗ്. 2025 ജനുവരി 15 അന്തരിച്ച വിഖ്യാത അമേരിക്കൻ സംവിധായകൻ ആര്? ഡേവിഡ് ലിഞ്ച്. 1960കളുടെ അവസാനം ഹ്രസ്വചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം സംവിധാനത്തിലേക്ക് കടന്നു വന്നത്. സംവിധാനം ചെയ്ത ആദ്യ മുഴുനീള ചിത്രം ഇറേസർ ഹെഡ് 1977, എലിഫന്റ് മാൻ 1980, ബ്ലൂ വെൽവെറ്റ് 1986, മൽഹോളണ്ട് ഡ്രൈവ് 2001 എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച സംവിധാനത്തിനുള്ള ഓസ്കാർ നോമിനേഷൻ സ്വന്തമാക്കി. വൈൽഡ് അറ്റ് ഹാർട്ട് 1990 എന്ന ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഉയർന്ന ബഹുമതിയായ പാം ഡി ഓർ നേടിയിരുന്നു. ഡ്യൂൺ, ലോസ്റ്റ് ഹൈവേ, ദ സ്ട്രെയിറ്റ് സ്റ്റോറി തുടങ്ങിയവയാണ് മറ്റു പ്രധാന ചിത്രങ്ങൾ. 2006 വെന്നീസ് ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനുള്ള ഗോൾഡൻ ലയൺ പുരസ്കാരം നേടി. 2019 ഓണററി ഓസ്കാറും ലഭിച്ചു. ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത് എന്നു മുതൽ? 2025 ജനുവരി 19 മുതൽ. 3 ഘട്ടങ്ങളായാണ് വെടിനിർത്തൽ. 6 ആഴ്ച നീളുന്നതാണ് ആദ്യഘട്ടം. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ബാലസഭാംഗങ്ങളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി എവിടെ? തിരുവനന്തപുരം. 2025 ജനുവരി 18, 19 തീയതികളിൽ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചായി നിയമിതനായത് ആര്? സീതാൻഷു കൊടക്. ISROയുടെ 3ാം നിക്ഷേപണത്തറ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെ? ശ്രീഹരിക്കോട്ട. കൊതുക് നിയന്ത്രണത്തിനുള്ള പ്രോട്ടീൻ ഏതാണ്? ട്രപ്സിൻ മോഡുലേറ്റിംഗ് ഉസ്റ്റാറ്റിക് ഫാക്ടർ. ചിലന്തി വർഗത്തിലെ സസ്യാഹാരിയായ ഏക ചിലന്തി ഏതാണ്? ബെഗിര ക്ലിപ്പിംഗി. ഈയിടെ വനനിയമ ഭേദഗതി പിൻവലിച്ച സംസ്ഥാനം ഏത്? കേരളം. 2025 ജനുവരി 15 എവിടെയാണ് ഒരു പ്ലേറ്റ് ഒരു ബാഗ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്? മഹാകുംഭമേള. ഇന്ത്യൻ ലോക്പാലിന്റെ ആദ്യ സ്ഥാപക ദിനം ഏത് തീയതിയിലാണ് നടന്നത്? ജനുവരി 16. ലോങ് മാർച്ച് 2 ഡി കാരിയർ റോക്കറ്റ് ഉപയോഗിച്ച് ഏത് രാജ്യത്തിൻ്റെ ആദ്യ തദ്ദേശീയ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്? പാകിസ്ഥാൻ്റെ ആദ്യത്തെ തദ്ദേശീയ ഇലക്ട്രോ ഓപ്റ്റിക്കൽ EO-1 ഉപഗ്രഹം. ചൈനയിലെ ബീജിംഗ് സമയം ഉച്ചയ്ക്ക് 12:07 വിക്ഷേപണം നടന്നത്.
ചൈനയുടെ ലോങ് മാർച്ച് റോക്കറ്റ് പരമ്പരയിലെ ഒരു പ്രധാന വാഹനമാണ് ലോങ് മാർച്ച് 2D. അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? ഡൊണാൾഡ് ട്രംപ്. വൈസ് പ്രസിഡന്റ് JD വാൻസ്. പ്രഥമ വനിത മെലാനിയ ട്രംപ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുക്കും. 2025 അമേരിക്കൻ സെക്കൻഡ് ലേഡി ആരാണ്? ഉഷ ചിലുകുരി വാൻസ്. ഇന്ത്യൻ വംശജയാണ് JD വാൻസിൻ്റെ ഭാര്യ. കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ ജനിച്ച് വളർന്ന 39കാരി. യേൽ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം. ഇവർ രാഷ്ട്രീയത്തിലും സജീവമാണ്. അഭിഭാഷകയായ ഉഷയുടെ മാതാപിതാക്കൾ 1980കളിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് US കുടിയേറിയവരാണ്. കേരളത്തിൽ പുതിയ കപ്പൽശാല സ്ഥാപിക്കുന്നത് എവിടെ? പൂവാർ. പൂവാറിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. മാരിടൈം അമൃത് കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ സഹകരണത്തോടെ കപ്പൽശാലയും കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും സ്ഥാപിക്കാനാണ് കേന്ദ്രത്തിൻ്റെ പദ്ധതി. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. 2024-25 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ജിതിൻ വിജയൻ. സ്കൈ ഡൈവിംഗ് മേഖലയിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. 1993-94 സ്ഥാപിതമായ ഈ പുരസ്കാരം കര, കടൽ, വായു എന്നീ മേഖലകളിൽ അസാധാരണ സാഹസിക പ്രവർത്തനങ്ങൾ നടത്തിയവർക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരമാണ്. 1953 എഡ്മണ്ട് ഹിലറിയുടെ കൂടെ എവറസ്റ്റിൻ്റെ കൊടുമുടിയിലെത്തിയ ടെൻസിംഗ് നോർഗെയുടെ പേരിലാണ് ഈ പുരസ്കാരം. പുരസ്കാരം പ്രദാനം ചെയ്തത് ദ്രൗപദി മുർമു, രാഷ്ട്രപതി. 2025 വിജയ് ഹസാരെ ട്രോഫി ചാമ്പ്യന്മാർ ആരാണ്? കർണാടക. കർണാടകയുടെ 5ാം കിരീടം. ഫൈനലിൽ വിദർഭയെ 36 റൺസിന് തോൽപ്പിച്ചു. വിജയ് ഹസാരെ ട്രോഫി ഇന്ത്യയിലെ പ്രധാന ആഭ്യന്തര ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻ്റാണ്. 2002-2003 സീസണിൽ ആരംഭിച്ച ഈ ടൂർണമെൻറ്റിൽ രഞ്ജി ട്രോഫിയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന ടീമുകൾ 50 ഓവർ ഫോർമാറ്റിൽ മത്സരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിജയ് ഹസാരെയുടെ പേരിലാണ് ഈ ട്രോഫി നാമകരണം ചെയ്തത്. വിജയ് ഹസാരെ ട്രോഫിയിൽ 5 കിരീടങ്ങളുമായി കർണാടകയും തമിഴ്നാടുമാണ് 1ാം സ്ഥാനത്ത്. 2025 ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതി. 38ാമത്തെ ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ്. 2025 ജനുവരിയിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി L&Ship ബിൽഡിംഗ് ലിമിറ്റഡ് നിർമ്മിച്ചു നൽകിയ കപ്പൽ ഏതാണ്? ഉൽക്കർഷ്. പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കുന്നന്താനം, പത്തനംതിട്ട. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനും ഇന്ത്യൻ സൈന്യം നൽകുന്ന കമാൻഡേഷൻ കാർഡ് പുരസ്കാരം നേടിയ മലയാളി ആര്? ലഫ്റ്റനന്റ് കേണൽ P. സുമേഷ് കുമാർ. മണിപ്പൂരിലെ കലാപഭൂമിയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് സുമേഷ് കുമാർ ആദരിക്കപ്പെട്ടത്. പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ജില്ലാ പഞ്ചായത്തും തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് ആരംഭിക്കുന്ന സംയോജിത പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കുന്നന്താനം, പത്തനംതിട്ട. 2025 ജനുവരിയിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി L&Ship ബിൽഡിംഗ് ലിമിറ്റഡ് നിർമ്മിച്ചു നൽകിയ കപ്പൽ ഏതാണ്? ഉൽക്കർഷ്. ആദ്യ ഖോ-ഖോ ലോകകപ്പ് ഫൈനലിൽ ഇരട്ട കിരീടം ചൂടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. വനിതാ ഫൈനലിൽ നേപ്പാളിനെ 78-40 തകർത്ത് കിരീടം നേടി. പുരുഷ ഫൈനലിൽ ബംഗാളിനെ 54-36 തോൽപ്പിച്ചു. റണ്ണറപ്പ് നേപ്പാൾ. പുരുഷ ടീം റണ്ണറപ്പ് നേപ്പാൾ. വനിതാ ടീം റണ്ണറപ്പ് നേപ്പാൾ. വേദി ഇന്ത്യ. ഖോ-ഖോയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. 2025 പങ്കെടുത്ത ടീമുകളുടെ എണ്ണം: പുരുഷ ടീം 20, വനിതാ ടീം 19. ഇന്ത്യൻ പുരുഷ ടീം ക്യാപ്റ്റൻ പ്രതീക് വൈക്കർ. ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റൻ പ്രിയങ്ക ഇംഗൾ.
ഖോ ഖോ ആപ്തവാക്യം ദ വേർഡ് ഗോസ് ഖോ. US-ന്റെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്നത് എന്നാണ്? 2025 ജനുവരി 20. US-ന്റെ 50ാമത് വൈസ് പ്രസിഡന്റ് JC വാൻസ്. പ്രഥമ വനിത അല്ലെങ്കിൽ ഫസ്റ്റ് ലേഡി മെലാനിയ ട്രംപ്, പ്രസിഡന്റിന്റെ ഭാര്യ. സെക്കൻഡ് ലേഡി ഉഷ ചിലുകുരി വാൻസ്, വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹമായ VM ഗിരിജയുടെ കൃതി ഏത്? ബുദ്ധ പൗർണിമ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ വിക്രം സാരാഭായുടെ സ്മരണയ്ക്കായി ISRO ഏർപ്പെടുത്തിയിരിക്കുന്ന വിക്രം സാരാഭായ് പ്രൊഫസർഷിപ്പ് 2025 ജനുവരിയിൽ ലഭിച്ച വ്യക്തി ആരാണ്? S സോമനാഥ്. കാലാവധി 2 വർഷം. പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞാൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുന്നതിനായി ബഹിരാകാശ ഏജൻസി പതിവായി നൽകുന്ന 3 സ്ഥാനങ്ങളിൽ ഒന്നാണിത്. സംസ്ഥാനങ്ങളിൽ കപ്പൽശാലയ്ക്ക് അനുയോജ്യമായ പ്രദേശം കണ്ടെത്തി സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ കപ്പൽശാലയും കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും സ്ഥാപിക്കാനുള്ള കേന്ദ്ര നീക്കം ഏത് പദ്ധതിക്ക് കീഴിലാണ് നടപ്പാക്കുന്നത്? മാരിടൈം അമൃത് കാൽ വിഷൻ 2047. കേരളത്തിൽ നിന്നും പൂവാർ കപ്പൽ നിർമ്മാണ ശാലയാകാൻ സാധ്യതയുണ്ട്. 2025 ജനുവരിയിൽ ചൈനയുടെ ജിയുക്യാൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ച പാകിസ്ഥാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഉപഗ്രഹം ഏതാണ്? PRSE-E01. 2025 ജനുവരിയിൽ കേരള സർക്കാർ തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷണറായി നിയമിക്കുകയും പിന്നീട് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷികോൽപാദന കമ്മീഷണർ എന്നീ സ്ഥാനങ്ങൾ തുടരാൻ നിർദ്ദേശിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അശോക്. ഉദ്യോഗസ്ഥ സഹായമില്ലാതെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനാവുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പദ്ധതി ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ്? സിയാൽ. ആഭ്യന്തര യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് രഹിത പ്രവേശനമൊരുക്കുന്ന ഡിജി യാത്രാ സംവിധാനം നേരത്തെ സിയാൽ ആരംഭിച്ചു. 2025 ജനുവരിയിൽ ഭൂമി അഴിമതി കേസിൽ 14 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി PTI പാർട്ടി പാകിസ്ഥാൻ തെഹ്രീക്ക്-ഇ-ഇൻസാഫ് നേതാവുമായ വ്യക്തി ആര്? ഇമ്രാൻ ഖാൻ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധാവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണം നടക്കുന്നത് എന്നാണ്? 2025 ജനുവരി 28. ISROയുടെ 2 ഉപഗ്രഹത്തെയും വഹിച്ച് GSLV Mark II റോക്കറ്റാണ് വിക്ഷേപിക്കുന്നത്. 2025 വിജയ് ഹസാരെ ട്രോഫി നേടിയ സംസ്ഥാനം ഏത്? കർണാടക. ഫൈനലിൽ വിദർഭയെ 36 റൺസിന് കീഴടക്കി. കർണാടകയുടെ 5ാം കിരീടമാണിത്. 2025 അന്തരിച്ച അമേരിക്കൻ ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഡേവിഡ് ലിഞ്ച്. ഇന്ത്യൻ സൈന്യത്തിനായി അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? ഭാർഗവസ്ത്ര. 2025 BCCIയുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ആരാണ്? അരുൺകുമാർ മിശ്ര. മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളികളുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതി. 2025 75ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആരാണ്? ജോർജ് ഓർവെൽ. അടുത്തിടെ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളായ പിക്സലിൻ്റെയും ദിഗന്തരയുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ്? ട്രാൻസ്പോർട്ടർ 1-2. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം ആരാണ്? നൊവാക് ജോക്കോവിച്ച്. കൂടംകുളം ആണവോർജ പദ്ധതിക്കായി ന്യൂക്ലിയർ റിയാക്ടർ വെസലുകൾ അയക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ. കാശ്മീർ ദ അൺടോൾഡ് സ്റ്റോറി എന്ന പുസ്തകം രചിച്ച മാധ്യമപ്രവർത്തക ആരാണ്? ഹുംറ ഖുറൈശി. ഇന്ത്യൻ സൊസൈറ്റി ഫോർ കൾച്ചറൽ കോപ്പറേഷൻ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് സംസ്ഥാന പ്രസീഡിയം ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മുല്ലക്കര രത്നാകരൻ. സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രശാന്ത് രാജൻ. ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്രയുടെ ഭാര്യ ആരാണ്? ഹിമാനി മോർ. ടെന്നീസ് താരം. നീരജ് ചോപ്രയുടെ പ്രധാന നേട്ടങ്ങൾ.
ടോക്കിയോ ഒളിമ്പിക്സ് 2021 ജാവലിൻ ത്രോയിൽ 87.58 മീറ്റർ എറിഞ്ഞ് സ്വർണ്ണ മെഡൽ നേടി. ലുസൈൻ ഡയമണ്ട് ലീഗ് 2023 87.66 മീറ്റർ എറിഞ്ഞ് ഒന്നാം സ്ഥാനം നേടി. പാരീസ് ഒളിമ്പിക്സ് 2024 ജാവലിൻ ത്രോയിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ നേടി. അമേരിക്കൻ മാസികയായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് 2024 ലോകത്തിലെ മികച്ച ജാവലിൻ താരമായി നീരജ് ചോപ്രയെ തിരഞ്ഞെടുത്തു. 2025 വേൾഡ് എക്കണോമിക് ഫോറം സമ്മേളനം നടക്കുന്ന സ്ഥലം ഏതാണ്? ദാവോസ്, സ്വിറ്റ്സർലൻഡ്. വേൾഡ് എക്കണോമിക് ഫോറം WEF എന്നത് ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര സംഘടനയാണ്. ഇത് ലോകത്തെ മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ, ബിസിനസ്, സിവിൽ സമൂഹം എന്നിവയിലെ പ്രമുഖരെ ഒരുമിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്ന കേരള സംഘത്തെ നയിക്കുന്നത് പി. രാജീവ്, കേരള വ്യവസായ മന്ത്രി. സുഗതോത്സവം എന്ന പരിപാടി എവിടെ വച്ചാണ് നടത്തപ്പെട്ടത്? ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠത്തിൽ. കേരളത്തിൽ വധശിക്ഷ ലഭിക്കുന്ന പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി ആരാണ്? ഗ്രീഷ്മ. ഷാരോൺ വധക്കേസ്. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരെന്താണ്? കവചം. കേരളത്തിലെ ദുരന്ത മേഖലകൾ അപായ സൂചന നൽകുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവചം പദ്ധതിയുടെ ഭാഗമായ സൈറണുകൾ വിവിധ ശബ്ദങ്ങളിലായി മുന്നറിയിപ്പ് നൽകും. കടലേറ്റം, തീവ്രമഴ, കാറ്റ്, ചൂട് എന്നിവയുടെ തീവ്രതയ്ക്കനുസരിച്ച് നിറങ്ങൾ പ്രകാശിപ്പിച്ച് വ്യത്യസ്ത ശബ്ദങ്ങളിൽ മുന്നറിയിപ്പ് നൽകും. 2025 ജനുവരിയിൽ നിയമിതനായ പുതിയ CRPF മേധാവി ആരാണ്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്, GPC. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനും ഭാര്യ ബുഷ്ര ബിബിയും ഉൾപ്പെട്ട അൽ ഖാദി ട്രസ്റ്റ് അഴിമതിക്കേസിൽ ലഭിച്ച ശിക്ഷ എന്താണ്? 14 വർഷം തടവ്. 1554 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിലാണ് ഇമ്രാൻ ഖാന് ശിക്ഷ വിധിച്ചത്. ISROയുടെ സ്പാഡെക്സ് ദൗത്യത്തിന്റെ വിജയത്തിലൂടെ ഇന്ത്യ നേടിയ നേട്ടമെന്താണ്? ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവശമുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യം. 2025 ജനുവരിയിൽ BCCI ഓംബുഡ്സ്മാനായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് അരുൺ മിശ്ര. 2025 ജനുവരിയിൽ മിസോറാം ഗവർണറായി നിയമിതനായത് ആരാണ്? ജനറൽ ഡോക്ടർ വിജയ് കുമാർ സിംഗ്. മുൻ കേന്ദ്ര സഹമന്ത്രിയും കരസേനാ മേധാവിയുമാണ്. കേരളത്തിൻ്റെ സമീപകാല പഠനമനുസരിച്ച് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ മിന്നലാക്രമണം നടക്കുന്നത് ഏത് ജില്ലയിലാണ്? കോട്ടയം. ദേശീയ ദുരന്ത പ്രതികരണ സേന അതിൻ്റെ ഉയർച്ചാ ദിനം ആഘോഷിച്ചത് ഏത് രീതിയിലാണ്? ജനുവരി 19. 2025 ജനുവരി 18 230 ജില്ലകളിലായി 50,000-ലധികം ഗ്രാമങ്ങളിലെ സ്വത്ത് ഉടമകൾക്ക് 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ഏത് പദ്ധതി പ്രകാരമാണ് വിതരണം ചെയ്തത്? സ്വാമിത്വ പദ്ധതി. 2025 ജനുവരി 18 ഒഡീഷയിലെ രഘുരാജ്പൂർ കലാകാരന്മാരുടെ ഗ്രാമവും കൊണാർക്കിലെ സൂര്യക്ഷേത്രവും സന്ദർശിച്ച സിംഗപ്പൂർ പ്രസിഡന്റ് ആരാണ്? തർമൻ ഷൺമുഖരത്നം. 2025 നടന്ന കുടുംബശ്രീ ബഡ്സ് സംസ്ഥാന കലോത്സവമായ തില്ലാനയിൽ ഓവറോൾ നേടിയ ജില്ല ഏത്? വയനാട്. 2025 S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രൊഫസർ SK വസന്തൻ. നോവലിസ്റ്റ്, നിരൂപകൻ, ചരിത്രകാരൻ. സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഗുരുശ്രേഷ്ഠന്മാർക്കുള്ളതാണ് ഈ പുരസ്കാരം. 25,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതുതായി അവതരിപ്പിച്ച ക്രിപ്റ്റോ കറൻസി ഏതാണ്? ട്രംപ് കോയിൻ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.